വർഷങ്ങളായി ആർക്കും തൊടാൻ ഭയമുണ്ടായിരുന്ന ഒരു സമാന്തര ഭരണ സംവിധാനത്തിന്റെ മതപരമായ കുത്തകയാണ് ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി തകർക്കപ്പെടുന്നത്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ വഖഫ് ബോർഡ് പുനഃസംഘടനയിൽ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു വിപ്ലവത്തിന് ഭാരതം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. BJP ഭരണത്തിലുള്ള മധ്യപ്രദേശ് സംസ്ഥാനം രാജ്യത്തിന് തന്നെ മാതൃകയായ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് നടത്തി കഴിഞ്ഞു. 2025 വഖഫ് ഭേദഗതി നിയമപ്രകാരം രാജ്യത്താദ്യമായി വഖഫ് ബോർഡിലേക്ക് 2 ഹിന്ദു അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മധ്യപ്രദേശ് ബോർഡ് പുനഃസംഘടിപ്പിച്ചത്. സൻവർ പട്ടേൽ ചെയർമാനായിട്ടുള്ള 10 അംഗ ബോർഡിൽ മനോജ് മാൽപാനി, അനിമേഷ് ഭാർഗവ എന്നീ 2 ഹിന്ദു അംഗങ്ങളാണ് വഖഫ് ബോർഡിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന നിർണായക സമിതിയുടെ ഭാഗമായി മാറിയിരിക്കുന്നത്. കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന ശക്തമായിട്ടുള്ള വഖഫ് നിയമ ഭേദഗതിയാണ് സംസ്ഥാനങ്ങൾക്ക് ഈ വലിയ മാറ്റത്തിന് നിയമപരമായിട്ടുള്ള വഴി തുറന്നത്. മുസ്ലിങ്ങൾക്കും വഖഫ് ബോർഡിൽ അംഗങ്ങളാകാമെന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൃത്യമായി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മധ്യപ്രദേശിൽ നിന്നുള്ള ഈ നീക്കം. 1995 പഴയ വഖഫ് നിയമത്തിലെ സെക്ഷൻ 13 ഭേദഗതി ചെയ്താണ് ഈ പുതിയ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഹിന്ദു അംഗങ്ങൾക്ക് പുറമെ ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യതയും ലിംഗസമത്വവും ഉറപ്പാക്കാൻ വേണ്ടി 2 വനിതാ പ്രതിനിധികളെയും പുതിയ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നജ്മ ഹെപ്തുള്ള, MLA ആതിഫ് അഖിൽ, ഫൈസാൻ ഖാൻ, സിസ്റ്റർ ഫാത്തിമ ചൗധരി, ഷൈസ്ത സുൽത്താൻ, ഷബാന ഖാൻ എന്നിവരും പിന്നാക്ക വിഭാഗ ന്യൂനപക്ഷ ക്ഷേമ കമ്മീഷണറുമാണ് ഈ 10 അംഗ ബോർഡിലെ മറ്റു പ്രധാന പ്രതിനിധികൾ. ചുരുക്കത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം അടഞ്ഞ കുത്തകയായിരുന്ന വഖഫ് ബോർഡുകളിൽ ജനാധിപത്യപരമായിട്ടുള്ള മേൽനോട്ടവും സുതാര്യതയും കൊണ്ടുവരാൻ മോദി സർക്കാർ തുടങ്ങിയ വിപ്ലവം ഇപ്പോൾ സംസ്ഥാനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. മധ്യപ്രദേശ് തുടങ്ങിവെച്ച ഈ ചരിത്രപരമായിട്ടുള്ള മാറ്റം വരും ദിവസങ്ങളിൽ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.